ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോക്ക്. 2025 പുറത്തിറങ്ങിയിട്ടുള്ള ദ റെഡ് എൻവലപ്പ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണിത്. ഒന്നാം ഭാഗം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് വരല്ലേ. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? അടുത്ത സീനിൽ ഹീറോ ആ ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് ട്രാക്ക് ചെയ്തിട്ട് അതിനെ കണ്ടുപിടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ആ ഒരു കാറും ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോവാണ്. കാറിലുള്ള ഇവനാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു പാർട്ടിക്കാണ് പോകുന്നത്. ഹീറോയും ഇപ്പൊ അവനെ ഫോളോ ചെയ്തിട്ട് പുറകെ തന്നെ പോകുന്നുണ്ട്. എന്നാൽ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് ഏതോ ഒരു ഗേ പാർട്ടി ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഹീറോ ധരിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവനെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ടി അവനെ കൂട്ടിയിട്ട് പോവാണ്. റോഡിൽ കണ്ടിട്ടുള്ള പല സാധനങ്ങളും വെച്ചിട്ട് ഹീറോയ്ക്ക് വേണ്ടിയിട്ട് അവനൊരു ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവന്റെ ഈ ഒരു പുതിയ ഗെറ്റപ്പ് കണ്ട സമയത്ത് അവിടെയുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. ഇപ്പൊ ഒന്നും ചോദിക്കാതെ തന്നെ അവര് അവനെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. അകത്ത് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാരും കൂടി അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരുന്ന കണ്ടുകഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇപ്പൊ അവന്റെ മേത്തൊരു കണ്ണുണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ടിറ്റിയുടെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവനെ നമുക്ക് ജാക്ക് എന്നങ്ങനെ വിളിക്കാല്ലേ. ജാക്ക് ഇപ്പൊ നമ്മുടെ ഹീറോനെ ഒരു മത്സരത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഡാൻസ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ബാക്ക് അടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ടി പറയുന്നുണ്ട് അവനോട് ക്ലോസ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ആണിത്, പോയിട്ട് ഡാൻസ് കളിക്കണമെന്ന് പറയാണ്. ഇപ്പൊ ഹീറോയും അവൻ അറിയുന്ന ഒരു ഊള ഡാൻസ് ഒക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ചുറ്റുള്ള ആൾക്കാരെല്ലാം അവനെ നോക്കിയിട്ട് ഇപ്പൊ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ടി ഇപ്പൊ പറന്നു വന്നിട്ട് നമ്മുടെ ഹീറോന്റെ ഉള്ളിലേക്ക് കയറാണ്. അവന്റെ ബോഡിയുടെ കൺട്രോള് ടി ഇപ്പൊ ഏറ്റെടുക്കുന്നുണ്ട്. ടി അടിപൊളിയായിട്ട് തന്നെ അവിടെ കിടന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും കൈകൂട്ടിയിട്ട് ഇപ്പൊ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ജാക്കിന്റെ ടീമിനാണെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ നടക്കുന്നതെന്നൊരു പിടുത്തമുണ്ടായിരുന്നില്ല. ഇത്രയും നേരം ഭയങ്കര മോശമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവരും ഇപ്പോ അവരുടെ സൈഡിൽ നിന്ന് അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഡാൻസ് ചെയ്യണം. എന്നാൽ ടിക്ക് ആണെന്നുണ്ടെങ്കിൽ ഡാൻസിൽ ഒടുക്കത്തെ ടാലന്റ് ആയിരുന്നു. ഇപ്പൊ ഹീറോയിന്റെ ശരീരം വെച്ചിട്ട് അവൻ അടിപൊളിയായിട്ട് തന്നെ കളിക്കുകയാണ്. ഇപ്പൊ ജാക്കിന്റെ ടീമാണെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിച്ചിട്ട് കുഴഞ്ഞിട്ടുണ്ട്. അവസാനം തോറ്റു എന്ന് പറഞ്ഞിട്ട് നടുവെട്ടി ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം നമ്മുടെ ഹീറോന്റെ ശരീരത്തിൽ കയറിയിട്ട് ഇതുപോലെ തലമ്പെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ അവന്റെ എനർജി മുഴുവനായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. വളരെ ക്ഷീണിച്ചിട്ട് അവൻ ഒരു ഭാഗത്ത് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവന്റെ ശരീരം വെച്ചിട്ടാണല്ലോ ഈ ഒരു കളി മുഴുവൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹീറോയും നല്ല രീതിയിൽ ടയർഡ് ആയിട്ടുണ്ട്. ആ ഒരു ടയർഡ്നെസ്സിൽ ഹീറോ ടിനെ നോക്കുന്ന സമയത്ത് ഹീറോനെ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവനിപ്പോ ടിയുടെ അടുത്തേക്ക് പോവാണ്. എടാ, നമ്മൾ അന്വേഷിച്ച് വന്നിട്ടുള്ള ജാക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, പോയി നോക്കുന്നു പറയാണ്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കും ശരിക്കും ബോധം വരുന്നത്. പക്ഷെ നീയായിരുന്നോ, ഞാനിപ്പോ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഹീറോ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ജാക്ക് അവന്റെ കാറിന്റെ ചാവി ബാക്കിലത്തെ പോക്കറ്റിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പൊ മെല്ലെ നൈസായിട്ട് അവന്റെ അടുത്തേക്ക് നടന്നു പോവാണ്. അവനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ട് മെല്ലെ ബാക്കിലത്തെ പോക്കറ്റിൽ നിന്നും ആ ഒരു ചാവി എടുക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ജാക്കിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യം വരാണ്. എവിടേക്കാണ് കൈവെക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഹീറോയിനെ ഇപ്പോ അവനെ എടുത്തിട്ട് തൊഴിക്കുകയാണ്. അടിയും തൊഴിയെല്ലാം കഴിഞ്ഞിട്ട് ജാക്ക് ഇപ്പൊ അവിടുന്ന് പോയിട്ടുണ്ട്. ടി ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ഇപ്പൊ അവന്റെ കൈ തുറന്ന് കാണിക്കുകയാണ്. ഹീറോ വിചാരിച്ചതുപോലെ അവന്റെ കയ്യിൽ കിട്ടിയത് ചാവി ആയിരുന്നില്ല, അവന്റെ ബാക്ക് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രഗ്സ് ആയിരുന്നു. ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഇവൻ ഡ്രഗ്സ് സെല്ല് ചെയ്യാന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നീ മരിച്ചത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ വന്ന സമയത്ത് എനിക്ക് ഡ്രഗ് ഡീലേഴ്സിനെ പൂട്ടാനായിട്ടുള്ള ആ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണല്ലോ കിട്ടിയത്. വാ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ജാക്കിനെ ഇപ്പോ ഹീറോ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ബോക്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാക്ക് മെമ്പർ ആയിരുന്നു. അവനെ ഫോളോ ചെയ്തിട്ട് ഇവരും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അകത്തേക്ക് കയറാന്ന് ആലോചിച്ചിട്ട് അവരങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടി കാറിന്റെ ഉള്ളിലിരിക്കുന്നത് ഹീറോയിനെ കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഡോർ തുറന്നിട്ട് ആ ഒരു സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗിൽ ടി ഇപ്പോ അയ്യോ അമ്മയെന്നൊക്കെ വിളിച്ച് ഉറക്കെ കൂവി വിളിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ കണ്ടുകൊണ്ട് കാണിച്ച സമയത്ത് അവനിപ്പോ ആ ഒരു സീറ്റിന്റെ ഉള്ളിൽ കൂടെ തന്നെ ബാക്കിലേക്ക് പോയിരിക്കുകയാണ്. ഹീറോ ഇപ്പൊ പറയാണ്, നമ്മളുടെ ആ ഒരു ഡ്രഗ് കേസിലെ അതിലേക്ക് എനിക്കൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തേടി വന്നിട്ടുള്ള സസ്പെക്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയാണ്. ഇവരിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിലിരിക്കുന്നുണ്ടായിരുന്ന ഒരു ജിമ്മൻ കുറെ നേരമായിട്ട് അറിയാത്തൊരു കാർ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കാറിന് നേരെ നടന്നു വരികയാണ്. അയാൾ അടുത്തെത്താനായി അതേ സമയത്ത് തന്നെ ഹീറോയിൻ കയറിയിട്ട് കിസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ടി കിളി പറഞ്ഞിട്ട് കാറിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ കിസ് ചെയ്യുന്നത് കണ്ടിട്ട് രാവിലെ തന്നെ പരിപാടി തുടങ്ങിയെന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുകയാണ്. ആക്ച്വലി ഹീറോയിനെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്ന രീതിയിൽ അവന്റെ ഫേസ് പിടിച്ച് അവിടെ വെക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവൻ മുഖമൊക്കെ ഒരുമാതിരി വെച്ചിട്ട് നിനക്ക് ശരിക്കും എന്നെ കിസ് ചെയ്തൂടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചുണ്ട് നീട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മോന്ത അടിച്ച് ഞാൻ പൊളിക്കുന്നത് അവളിപ്പോ വിളിച്ച് പറയുന്നുണ്ട്. ഹീറോ ഒരുത്തൻ്റെ ഒരു ഡ്രഗ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവൻ ഈ ഒരു ബോക്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മെമ്പറാണ്. അവനെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കേസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഹീറോ ഇപ്പൊ ഹീറോയിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടിപ്പോ ഹീറോയിൻ പറയാണ്, എടാ അവരൊക്കെ വലിയ വലിയ ഗ്യാങ് ആണ്, നിന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും കൂട്ടേ കൂടില്ല, അതൊക്കെ വലിയ വലിയ പ്രശ്നത്തിലായിരിക്കും അവസാനിക്കാന്നൊക്കെ ഹീറോയിൻ ഇപ്പോ അവനെ വാൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ പറയുന്നൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ഒരു ക്ലബിൽ പോയിട്ട് ജോയിൻ ചെയ്യാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാരും തന്നെ
ഭയങ്കരമായിട്ട് ബോഡിയൊക്കെ ബിൽഡ് ചെയ്തിട്ട് സിക്സ് പാക്ക് ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ട് ഇവർ ട്രെയിനിങ് എടുക്കാൻ പോവാണ്. എല്ലാവരോടും റെഡി ആവാനായിട്ട് അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് പറയുന്നുണ്ട്. ഇപ്പൊ ടി നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് വരികയാണ്. ബോക്സിംഗ് ക്ലബിലേക്കൊക്കെ വരുന്ന സമയത്ത് ഗ്ലൗസ് ആയിട്ട് വരണം നിനക്ക് അറിയില്ലേ, ഇതുപോലെ അറിയാത്ത നീയാണോ ഇനി പോലീസുകാരനാവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയൊക്കെയാണ്. ഹീറോ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചിങ് ബാഗ്സും അതുപോലെ തന്നെ ഗ്ലൗസുകളും ആയിട്ട് ഒരാൾ അതിലങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇൻഫോമർ ആവുന്നതിന് മുന്നേ ഞാൻ എന്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ലേ, എന്റെ ടാലന്റ് ഞാനിപ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് പോയിട്ട് ഒരു പേര് ഗ്ലൗസ് അടിച്ച് മാറ്റിയിട്ട് വരികയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഇൻസ്ട്രക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയ്ക്ക് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്പോണന്റിനെ കാണിച്ചു കൊടുക്കുകയാണ്. അവനെ കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോന്റെ കിളി പോകുന്നുണ്ട്. പഞ്ചാബി ഹൗസിലെ രമണൻ നമ്മുടെ സോണിയെ നോക്കി നിന്ന പോലെ അവൻ അങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇപ്പൊ ഫൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഹീറോയും ഇപ്പൊ മടിച്ചിട്ട് റിംഗിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ സ്റ്റാർട്ട് പറഞ്ഞ അതേ സമയത്ത് തന്നെ സോണിയെ നമ്മുടെ ഹീറോനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അവനിപ്പോ ഈ ഒരു റിംഗിന്റെ കോർണറിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇൻസ്ട്രക്ടർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാനിക് ആയിട്ട് അവിടേക്ക് ഓടി വരാണ്. മോനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളിപ്പോ ഹീറോനെ മെല്ലെ അവിടുന്ന് പിടിച്ചു മാറ്റാണ്. എന്നാൽ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടറിന് എന്നെ ഒരുപാട് ഇഷ്ടമായി തോന്നുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല സാറേ എന്ന് പറഞ്ഞിട്ട് അവൻ എണീക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പൊ തന്നെ അവൻ പൊത്തോന്ന് പറഞ്ഞ നിലത്തേക്ക് വീഴാണ്. ടീം ഇപ്പൊ അവിടേക്ക് ഓടി വന്നിട്ട് ഹീറോയ്ക്ക് എന്തെങ്കിലും പറ്റിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോ പറയാണ്, എടാ എനിക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കുന്നതിന് പകരം ആ ഒരു കാർ എവിടെയെന്ന് പോയി കണ്ടുപിടിക്കടാ എന്ന് പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് വിടുന്നുണ്ട്. ടീം പാർക്കിങ്ങിലൊക്കെ പോയിട്ട് ആ ഒരു കാറ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവൻ ആ ഒരു കാറ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു സമയത്തേക്കും ജാക്ക് കാറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടി നേരെ ജാക്കിന്റെ ബാഗിലേക്ക് പോയി നിൽക്കുകയാണ്. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നീ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ലൈൻ അടിക്കലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജാക്ക് ഇപ്പൊ പെട്ടെന്ന് അവന്റെ നേരെ തിരിഞ്ഞങ്ങനെ നോക്കുന്നുണ്ട്. ഇവനും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടി നല്ല രീതിയിൽ ഇപ്പൊ ഷോക്ക് ആവുകയാണ്. ആക്ച്വലി ജാക്ക് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്നും മിസ്സായിട്ടുള്ള ആ ഒരു ഡ്രഗ്സ് പാക്കറ്റ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അത് എവിടെ വെച്ചെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ടിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അവൻ നേരെ ഡിക്കി തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നോക്കുകയാണ്. ടിയും നേരെ അവന്റെ ബാക്കിലേക്ക് തന്നെ പോയി നിൽക്കുന്നുണ്ട്. ഇവനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അവനിപ്പോ കൈ വീശാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവന്റെ കൈന്റെ ആക്ഷൻ അനുസരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോർ അടയുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ ടിക്ക് അത്ഭുതമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ ഒരു ഡോർ ഉപയോഗിച്ചിട്ട് അവൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്കാണെന്നുണ്ടെങ്കിൽ ആരാടത് എന്നെ വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ച് കൂവുന്നുണ്ട്. ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അടിയൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. അവന്റെ ദേഷ്യം തീരുന്നവരെ അവന്റെ ബാക്ക് അടിച്ച് പൊളിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നല്ല രീതിക്ക് അടി വാങ്ങിയിട്ട് മുഖമെല്ലാം വീങ്ങി ഒരു വഴിക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് അവൻ മറ്റൊരു കാഴ്ച കാണുന്നത്. നേരത്തെ അകത്തേക്ക് കുറച്ച് പഞ്ചിങ് ബാഗുമായിട്ട് ഒരാൾ പോയിട്ടുണ്ടായിരുന്നല്ലേ, അയാൾ ഇപ്പൊ കീറിയ കുറച്ച് ബാഗുകളുമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഹീറോ ഇപ്പൊ ആ ഒരു ബാഗിലേക്ക് ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തോ പൊടി മാതിരിയൊക്കെ അതിന്റെ പുറത്ത് അങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കാണാണ്. ഇവൻ ഇത് നോക്കി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടി അങ്ങോട്ടേക്ക് വരികയാണ്. ജാക്ക് ചാവി എവിടെ വെച്ചെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വന്നിട്ട് അവന്റെ ക്യാമറയിലുള്ള ഫുട്ടേജ് അടിച്ചു മാറ്റാന്നൊക്കെ പറയാണ്. ഇവര് രാത്രി ആ ഒരു പ്ലാൻ പ്രകാരം ജാക്കിന്റെ ചാവി എടുത്തിട്ട് കാർ തുറന്നിട്ട് ആ ഒരു ഫുട്ടേജ് അടിച്ചു മാറ്റാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഫുട്ടേജ് എടുത്ത സമയത്ത് തന്നെ ആരും അവിടേക്ക് വരുന്നതായിട്ട് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവരിപ്പോ നേരെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന മറ്റൊരു കാറിന്റെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അവിടേക്ക് വന്ന ആളെ കണ്ടിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ഞെട്ടാണ്. അത് മറ്റാരും ആയിരുന്നില്ല, ആ ഒരു ഡ്രഗ് കാർട്ടലിന്റെ തലവനായിട്ടുള്ള ബിഗ് ജോ ആയിരുന്നു. ബിഗ് ജോ ഇട്ടിട്ടുള്ള ഷൂ കണ്ട സമയത്ത് തന്നെ ടി നല്ല രീതിയിൽ ഷോക്കാവാണ്. ടിനെ കാർ ഇടിച്ച് വന്നത് അത് മറ്റാരും ആയിരുന്നില്ല, അത് ബിഗ് ജോ തന്നെയായിരുന്നു. ഹീറോ ഇപ്പൊ നേരെ ആ ഒരു കാറിൽ നിന്നും എടുത്തിട്ടുള്ള ഫുട്ടേജസുമായിട്ട് പോലീസ് സ്റ്റീഫിനെ കാണാനായിട്ട് വന്നതാണ്. ഇപ്പൊ ആ ഒരു ഫുട്ടേജും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കേസിൽ ഇവനെ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചീഫ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവന്റെ നേരെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഇതൊരു ഹിറ്റ് ആൻഡ് റൺ കേസല്ലേ, ഇതിലെങ്ങനെ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഫൈൻ അടച്ചിട്ട് അവൻ പുറത്തിറങ്ങി വരും. നിന്നോട് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഇടപെടരുന്ന് പറഞ്ഞിട്ടുള്ളല്ലേ, മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്ന പറഞ്ഞിട്ട് അവനിപ്പോ അവിടുന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട്. അവൻ വീട്ടിൽ പോയിട്ട് അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ടിയുടെ ആ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നല്ലേ, അതിപ്പോ ഭയങ്കരമായിട്ട് കുരയ്ക്കാണ്. ഇവൻ എന്തിനാണ് ഇത് നോക്കി കുരയ്ക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഹീറോ ഇപ്പൊ ആ ഒരു ബാഗ് തുറക്കുന്നുണ്ട്. അതിനുള്ളിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് കൊട്ടിയിടുകയാണ്. നായ്ക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചാടി കയറിയിട്ട് ഇവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗ്ലൗസിന്റെ മുകളിലേക്ക് ഇങ്ങനെ തട്ടി കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ആലോചിച്ചിട്ട് ഹീറോയും ഒരു ബ്ലേഡ് എടുത്തിട്ട് അത് കീറി നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലൗസിന്റെ ഉള്ളിൽ മുഴുവനും ഡ്രഗ്സ് ആയിരുന്നു. ഇത് കണ്ടിട്ട് ഹീറോ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇവൻ ബോക്സിംഗ് ക്ലബിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരാൾ പഞ്ചിങ് ബാഗ്സും അതുപോലെ തന്നെ ഗ്ലൗസും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് പോയി വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നില്ലേ. അപ്പോ തീർച്ചയായിട്ടും അതിന്റെ ഉള്ളിലും ഡ്രഗ്സ് ആയിരിക്കും ഉണ്ടാവുന്നുള്ളത് ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അവരിപ്പോ നേരെ ചീഫിന്റെ അടുത്ത് വന്നിട്ട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡ്രഗ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പോലീസ് ചീഫിനെ ഇപ്പോ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തെടുക്കുന്നുണ്ട്. പോലീസ് ഇപ്പോ ഒരു സീക്രട്ട് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാണ്. ഹീറോയിൻ ഭയങ്കര സെക്സി ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് ഈ ഒരു ക്ലബിന്റെ മുന്നിലുണ്ടായിരുന്ന സെക്യൂരിറ്റീസിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അവരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്, കയ്യിലുണ്ടായിരുന്ന പാഡ് കാണിച്ചിട്ട് ഈ ഒരു ഫോം ഒന്ന് എനിക്ക് വേണ്ടി ഫില്ല് ചെയ്തു തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഹീറോയിൻ നോക്കിയിട്ട് ഭയം തുറന്നങ്ങനെ നിൽക്കുകയാണ്. അവള് സെക്യൂരിറ്റീസിന്റെ എല്ലാം അറ്റൻഷൻ ഇവളുടെ നേരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടി ആണെന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ പോയി നോക്കി വരാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആ ഒരു ബോക്സിംഗ് ക്ലബിന്റെ ഉള്ളിലേക്ക് പറന്നു പോകുന്നുണ്ട്. ഇതിനിടയിൽ ചാന് അവന്റെ ബൈനോക്കുലർ ഉപയോഗിച്ചിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഭാഗങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു CCTV നമ്മുടെ ഹീറോയിന്റെ നേരെ തിരിയുന്നത് അവനിപ്പോ നോട്ട് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റിക്ക് ബിഗ് ജോന്റെ കയ്യിൽ നിന്നും എന്തോ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സെക്യൂരിറ്റി എണീറ്റ് എന്നിട്ട് അവന്റെ പാന്റിന്റെ പോക്കറ്റിലേക്ക് മെല്ലെ കൈയിടാണ്. ഹീറോയിൻ ഗൺ എടുക്കാന്ന് വിചാരിച്ചിട്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്പീഡായിട്ട് ഓടി വരികയാണ്. അവനിപ്പോ ആ ഒരു സെക്യൂരിറ്റിനെ തൂക്കിയെടുക്കുന്നുണ്ട്. ആക്ച്വലി ഇവൻ പേന എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൈ പോക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. എന്തിനാണ് എല്ലാ ഓപ്പറേഷനും ഇതുപോലെ കൊളാക്കുന്നതെന്നൊക്കെ അവളിപ്പോ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് പോലീസ് ഇൻസ്പെക്ടറിന് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ മുഴുവൻ പോലീസ് ടീമിനെയും കൂട്ടിയിട്ട് അയാൾ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാണ്. ഗണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം പോലീസ് ടീമും ഇപ്പൊ ഈ ഒരു ക്ലബിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അവിടേക്ക് ഇവർ സെർച്ച് ചെയ്യാണ്. ഇവരിങ്ങനെ സെർച്ചിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ബിഗ് ജോ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മൊത്തം ഡ്രഗ്സും അയാൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പഞ്ചിങ് ബാഗ്സിലെല്ലാം വെറും മണല് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുകയാണ്. അവനിപ്പോ ബിഗ് ജോന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് ബാഗുകളിൽ ഡ്രഗ്സ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തള്ളിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഒരു ബാഗിൽ വെള്ള കളറുള്ള പൗഡർ പറ്റിപ്പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞോ ആ ഒരു ഡ്രഗ്സ് എവിടെ വെച്ചിട്ടില്ല എന്നുള്ളത്. ഇത് കേട്ടിഞ്ഞപ്പോ ബിഗ് ജോ ചാടി എണീക്കുകയാണ്. അയാളിപ്പോ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ചിക്കൻ പീസില്ലേ അതിങ്ങനെ മൈദമാവിലേക്ക് മുക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കഷ്ണം കഴിച്ചു നോക്ക്. അതിനൊക്കെ വേണ്ടിയിട്ട് കുറെ മൈദപ്പൊടി ഞാൻ ഇവിടെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതായിരിക്കും നീ കണ്ടെന്നൊക്കെ ബിഗ് ജോ ഇപ്പൊ തള്ളി കയറ്റി വിടുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ മറ്റൊരു ഓപ്പറേഷൻ കൂട്ടിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് തന്നെ കൊളായിരിക്കുകയാണ്. അവനിപ്പോ ഭയങ്കര വിഷമത്തില് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലെത്തി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ TT ഫുൾ കലിപ്പിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ നിന്റെ സ്വന്തം കാര്യത്തിന് പുറകെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഒരു സെൽഫിഷ് ആണെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വഴക്ക് കൂടുകയാണ്. ഹീറോയ്ക്കും ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടത്? നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ എന്തിനാ തേച്ചെന്ന് നിനക്കറിയണം. അതല്ലേ വേണ്ടത്? വാ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞിട്ട് TTയുടെ ഫോട്ടോയും എടുത്തിട്ട് അവനെ കൂട്ടിയിട്ട് ബോയ് ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ TTയുടെ ഫോട്ടോ കാണിച്ചിട്ട് അവന്റെ അടുത്ത് ഇതാരാണെന്ന് നിനക്ക് അറിയില്ലേ, ഇവനെ നിനക്ക് പരിചയമില്ലേ, മര്യാദയ്ക്ക് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിളിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ബോയ് ഫ്രണ്ട് പറയാണ്, നിനക്ക് എന്നെ കണ്ട എന്താ ഗേ ആയിട്ടാണ് തോന്നുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവന്റെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിന്നും ഒരു ലേഡി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ബോയ് ഫ്രണ്ട് ഇപ്പൊ പറയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവൻ TTനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് അവനിപ്പോ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട സമയത്ത് ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അവനിപ്പോ ബോയ് ഫ്രണ്ടുമായിട്ട് അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. ബോയ് ഫ്രണ്ട് ഇപ്പൊ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോനെ പുറത്തേക്ക് തള്ളിയിട്ട് വാതിലടയ്ക്കുകയാണ്. TT ആണെന്നുണ്ടെങ്കിൽ ബോയ് ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ബോയ് ഫ്രണ്ടും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതും അവർ തമ്മിൽ റൊമാൻസ് ചെയ്യുന്നതും കണ്ടിട്ട് TTക്ക് നല്ല രീതിയിൽ വിഷമാവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തേക്കെല്ലാം TT ഇപ്പൊ പോകുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവൻ ആലോചിച്ച് നോക്കുകയാണ്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ TTന്റെ അടുത്ത് ദേഷ്യപ്പെട്ടതിൽ ഭയങ്കര വിഷമാവുന്നുണ്ട്. അവനിപ്പോ ആ ഒരു ഡോഗിനെ കൂട്ടിയിട്ട് നമ്മുടെ TTനെ തെരഞ്ഞു വരികയാണ്. ഇതുമാതിരി ഞാൻ നിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യാനൊന്നും പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറയുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിന്റെ ഡോഗ് ആയിരുന്നില്ലേ, നീ എങ്ങനെയായിരുന്നു എന്നെ പെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയടാന്ന് ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്. TT ആണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു കളിപ്പിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് അല്ലേ, പഴയ കാര്യങ്ങളെല്ലാം മറന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ആയിട്ടുള്ള ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാണ്. TT പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ TT പറയാണ്. ഡ്രഗ്സ് തീർച്ചയായിട്ടും ആ ഒരു ക്ലബ്ബിലുണ്ടാവും, നമുക്ക് അവിടേക്ക് പോയിട്ട് അന്വേഷിച്ച് നോക്കാന്ന് പറയാണ്. ക്ലബ്ബിൽ പോയി നോക്കുന്ന സമയത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് എല്ലാവരും ആ ഒരു ഗ്രൗണ്ടിന്റെ നടുക്കായിട്ടിരുന്നിട്ട് കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. TTനെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനിപ്പോ അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പഞ്ചിങ് ബാഗ്സ് എല്ലാം ഇപ്പോ എയറിൽ ആട്ടി വിടുകയാണ്. ഇത് കണ്ട സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് എല്ലാം നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അവന്മാരിപ്പോ പേടിച്ച് പറിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എല്ലാവരും പോയ സമയത്ത് തന്നെ ഹീറോ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇത്രയും ഡ്രഗ്സ് അവരെവിടെയായിരിക്കും ഒളിച്ചു വെച്ചിട്ടുണ്ടാവാന്ന് ഇപ്പോ അവർ അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മുടെ ഹീറോ ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് അവൻ ആ റിങ്ങിന്റെ കോർണറിൽ പോയി വീണിട്ടുണ്ടായിരുന്നില്ലേ, അതേ സമയത്ത് അവന്റെ കോച്ച് അവിടേക്ക് ഓടി വന്നിട്ട് നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചിരുന്നില്ലേ, അത് നമ്മുടെ ഹീറോ ഇപ്പൊ ആലോചിച്ച് നോക്കുകയാണ്. എന്നിട്ട് ആ ഒരു കോർണറിലേക്ക് പോകുന്നുണ്ട്. TTയും ഇപ്പൊ ആ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. ഈ ഒരു കോർണറിൽ രണ്ട് ഭാഗത്തുള്ള കയറ് മാത്രം ഒരുപാട് യൂസ് ചെയ്ത രീതിയിൽ അവിടെ മാർക്കുകൾ ഉണ്ടായിരുന്നു. TT ഇപ്പോ ഹീറോയുടെ അടുത്ത് ആ ഒരു കയറിന്റെ രണ്ടു ഭാഗവും ഒരുമിച്ച് പിടിച്ച് വലിച്ചു നോക്കാൻ പറയുന്നുണ്ട്. ഹീറോ ഇപ്പൊ ആ ഒരു രണ്ടു ഭാഗവും ഭയങ്കര ഫോഴ്സിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ ഒരു റിങ്ങിന്റെ സെന്ററിലായിട്ട് ഒരു ഭാഗം ഓപ്പൺ ചെയ്തു വരാണ്. അന്ന് ആ ഒരു കോച്ച് ഇത് ഓപ്പൺ ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര കെയർഫുൾ ആയിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലായിരുന്നു. രണ്ടുപേരും കൂടിയിട്ട് സന്തോഷത്തോടെ ഉള്ളിൽ കയറി നോക്കുകയാണ്. ഇറങ്ങി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വലിയൊരു റൂം തന്നെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അവിടെയാണ് ഇവർ ഡ്രഗ്സ് എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഹീറോ ഇപ്പൊ ചാനലിനെ വിളിച്ചിട്ട് വീഡിയോ കോൾ വഴി ഈ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വേഗം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. ചാനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടതിന് ശേഷം അത് ഡ്രഗ്സ് ഒന്നുമില്ലടാ, വെറും മൈദാമാവെന്ന് പറയാണ്. ഇപ്പൊ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പാക്കറ്റ് എടുത്തിട്ട് കത്തി വെച്ചിട്ട് അത് കീറാണ്. എന്നിട്ട് കുറച്ച് ഡ്രഗ്സ് എടുത്തിട്ട് അവന്റെ വായിലേക്ക് ഇടുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവന്റെ വായിൽ നിന്നും ഇപ്പൊ ഒരുപാട് രക്തം വരുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ടുകഴിഞ്ഞപ്പോ
ചാന് അത് ഡ്രഗ്സ് തന്നെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. നീ ഇപ്പോ ഡ്രഗ്സ് ഓവർഡോസ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് വായിൽ നിന്നും ഇങ്ങനെ ബ്ലഡ് വരുന്നത്. ഹീറോയിൻ ഇപ്പൊ ചാനോട് പറയണ, ഞാൻ ആദ്യം പോവാം, നീ നമ്മുടെ ആൾക്കാരെ കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടുന്ന് പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോയിന്റെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രഗ്സ് മുഴുവൻ അടിച്ചു കയറ്റിയിട്ട് അവന്റെ കിളി മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൻ അങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ടിയുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ആക്ച്വലി ഇവനും ബിഗ് ജോന്റെ ആളായിരുന്നു. ഇവനെ കണ്ട സമയത്ത് തന്നെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. എന്റെ കൂടെ ഫൈറ്റിന് വിടാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ പല ആക്ഷൻസ് ഒക്കെ ആയിട്ട് ബോയ് ഫ്രണ്ടിന് നേരെ ഓടിപ്പാഞ്ഞു വരുന്നുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ചവിട്ടിന് നമ്മുടെ ഹീറോനെ പറപ്പിക്കുകയാണ്. അവർ ഒറ്റ ചവിട്ട് തന്നെ ആശാന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവനെ അവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ടി ആണെന്നുണ്ടെങ്കിൽ മേലേക്കും താഴേക്കൊക്കെ പറന്ന് നടന്നിട്ട് ഹീറോയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹീറോയിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഹീറോ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ തൊട്ട് ബാക്കിലായിട്ട് ബിഗ് ജോന്റെ ആൾക്കാരും എത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഹീറോ നിന്റെ ബാക്കിൽ ആൾക്കാർ വരുന്നുണ്ട്, നിന്റെ ബാക്കിൽ ആൾക്കാർ വരുന്നുണ്ടെന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയാണ്. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അവളിപ്പോ കൈ മേലേക്ക് ഉയർത്തുകയാണ്. ബിഗ് ജോ ഇപ്പൊ അവിടേക്ക് ഒരു ഗണ്ണുമായിട്ട് വന്നിട്ട് ഹീറോയിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ അവസാനത്തെ നിമിഷം ഹീറോയിനെ ഷൂട്ട് ചെയ്യാതെ അവന്റെ ഗണ്ണിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫോൺ ഉപയോഗിച്ചിട്ട് ഇപ്പോ സെൽഫി എടുക്കുകയാണ്. ഹീറോയിന് നന്നായിട്ട് ചിരിച്ചിട്ട് തന്നെ ഒരു പോസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴാണ് ഒരു കാര്യം റിവീൽ ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിൻ അത്ര നല്ലൊരാളൊന്നും അല്ലായിരുന്നു. ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് ബിഗ് ജോയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടിക്ക് ആക്സിഡന്റ് ആയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്യാമറകളെല്ലാം കേടായിട്ടുണ്ടായിരുന്നല്ലേ. ഹീറോയിൻ ആയിരുന്നു എല്ലാ ഫുട്ടേജസും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഇവരെന്നാ ഒരു ബോക്സിംഗ് ക്ലബിലേക്ക് റൈഡിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഹീറോയിൻ ആയിരുന്നല്ലോ ആ ഒരു സെക്യൂരിറ്റീസിന്റെ മുന്നിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നത്. അവളുടെ കയ്യിലുണ്ടായിരുന്ന റൈറ്റിംഗ് പാഡിൽ ഇതുമാതിരി പോലീസുകാർ ഇവിടേക്ക് റൈഡിന് എത്തിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം മാറ്റിക്കൊന്ന് അവള് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബിഗ് ജോ ഓടുന്നത് ആ ഒരു ഡ്രഗ്സും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. ഇതേ സമയത്ത് തന്നെ ബിഗ് ജോ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പേടിച്ച പോലെ അവന്റെ മേത്തേക്കായിരുന്നില്ല ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയറിന്റെ മുകളിലേക്കായിരുന്നു. നിലത്ത് വീണ്ട് അവന്റെ ബോധം വീണ്ടും പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ചാൻ പോലീസുകാരെയും കൂട്ടിയിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലബിന് ചുറ്റും ഇപ്പോൾ പോലീസുകാർ വളഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പോലീസുകാർ ബിഗ് ജോന്റെ ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ഒരു ഗൺ ഷൂട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ചാൻ ഇപ്പോൾ ചീഫിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഈ ഒരു ഗൺ ഫൈറ്റിൽ വെടിയിട്ടിട്ട് ഞാൻ മരിച്ചു പോകുന്ന ഉറപ്പാണ്. മരിക്കുന്നതിന് മുന്നേ ഞാനൊരു സത്യം നിങ്ങളോട് പറയാൻ പോവാണ്. ഇവൻ എന്താണ് ഈ പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ചീഫിന് ടെൻഷൻ ആവുന്നുണ്ട്. എന്നാൽ ചാനിപ്പോ പറയാണ്, ഞാനൊരു ഗേ ആണ്, എനിക്ക് പയ്യന്മാരാണ് ഇഷ്ടം, ഞാൻ ഇത്രയും നാളും അത് മറച്ചു വെച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ മരിക്കുന്നതിന് മുന്നേ ഈ ഒരു സത്യം നിങ്ങളോടെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ്. ഇപ്പൊ ചീഫ് പറയാണ്, നീ ഗേ എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാം, വായടച്ചിട്ട് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കടാന്ന് പറയുന്നുണ്ട്. എന്ത്, എന്നെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവനും ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഗണ്ണെടുത്ത് കണ്ണും മൂടി അവിടേക്ക് ഇവിടേക്കൊക്കെ അവനിങ്ങനെ ഷൂട്ട് ചെയ്യാണ്. ഇവനിങ്ങനെ ലക്ഷ്യമില്ലാതെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവൻ ഷൂട്ട് ചെയ്യുന്ന ഒരു ഒറ്റ ബുള്ളറ്റും മിസ്സാവുന്നുണ്ടായിരുന്നില്ല. ഓപ്പോസിറ്റുള്ള ടീംസിനെ എല്ലാം ഇവൻ അറിയാതെ തന്നെ വെടിവെച്ചിട്ടാണ്. കണ്ണടച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് തന്നെ എല്ലാവരുടെയും മേത്തേക്ക് കൊള്ളുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇൻസ്പെക്ടർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ചാനിപ്പ മുന്നോട്ടേക്ക് ഓടിയിട്ട് ചറ പറന്ന് വെടിവെക്കുന്നുണ്ട്. ഓരോ ബുള്ളറ്റും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തട്ടി തെറിച്ചു വരെ ഈ വില്ലന്മാരുടെ മേത്തേക്ക് വന്ന് കയറുകയാണ്. ഇപ്പൊ അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ ഹീറോയുടെ നേരെ തോക്ക് ചൂണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനൊരു പെണ്ണായതുകൊണ്ട് മാത്രം ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ പോലും എനിക്കൊരു വിലയും തരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പൈസയ്ക്ക് വേണ്ടി ഞാൻ ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കേസൊക്കെ തെളിയിച്ചിട്ട് ഒരു പോലീസ് ആവാന്നുള്ള വിചാരമൊക്കെ നിന്റെ മൈൻഡിലുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള നീയൊന്നും ഒരിക്കലും പോലീസ് ആവാൻ പോകുന്നില്ല. നിന്നെ ഞാൻ യൂസ് ചെയ്യായിരുന്നു എന്നുള്ളത് ഹീറോയിൻ ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേട്ടിപ്പോ ഹീറോ പറയാണ്, ക്രിമിനൽസിന് ഒരിക്കലും പോലീസ് ആവാൻ പറ്റില്ല, എന്നാൽ പോലീസുകാർക്ക് ക്രിമിനൽ ആവാൻ പറ്റുമോ? ഹീറോ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഹീറോയിനെ നല്ല രീതിയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവനിപ്പോ കൊല്ലാണ്ടെന്ന് തീരുമാനിച്ചിട്ട് അവളിപ്പോ എണീച്ചിട്ട് ബിഗ് ജോയിനോട് പറയുന്നുണ്ട്. എന്നാൽ ബിഗ് ജോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കണ്ട സമയത്ത് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയാളിപ്പോ ഹീറോയിനെ ഷൂട്ട് ചെയ്ത് അവിടെ ഇടുന്നുണ്ട്. ഹീറോയിനെ വെടിവെച്ചിട്ടതിന് ശേഷം ബിഗ് ജോ നമ്മുടെ ഹീറോയ്ക്ക് നേരെ ഗണ്ണ് ചൂണ്ടുകയാണ്. ഇത് കണ്ടിട്ട് ടിക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. എന്റെ പാർട്ണറെ കൊല്ലാൻ നോക്കുന്നുണ്ടാന്ന് പറഞ്ഞിട്ട് ടി ഇപ്പൊ ഓടി വന്നിട്ട് ബിഗ് ജോന്റെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. എന്നാൽ ബിഗ് ജോന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കണ്ടിട്ട് ടി നല്ല രീതിയിൽ പേടിക്കുകയാണ്. ഗണ്ണിപ്പോ ബിഗ് ജോന്റെ കൂട്ടാളിക്ക് കൊടുത്തിട്ട് നേരെ പോയിട്ട് ഹീറോയിന്റെ കെട്ടഴിക്കുകയാണ്. ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന കൂട്ടാളികൾക്കെല്ലാം നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ബോസ്, നിങ്ങൾ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. ഇവൻ എന്റെ പാർട്ണറാണ്, ഇവനെ ഞാൻ കല്യാണം കഴിച്ചാണെന്നൊക്കെ ബിഗ് ജോ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. ടിയുടെ ബോയ് ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അവനിപ്പോ ബിഗ് ജോനോട്, ബോസ് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവനെ അഴിച്ചു വിടല്ലേ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ബിഗ് ജോന്റെ ഉള്ളിലുള്ള ടിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവനിപ്പോ ചാടി എണീറ്റിട്ട് ബോയ് ഫ്രണ്ടിന്റെ മോന്തയ്ക്ക് തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നീ ഉപയോഗിക്കുന്ന ഫോണ്, പേഴ്സ്, നിന്റെ അപ്പാർട്ട്മെന്റ് എല്ലാം എന്റെ കാശ് കൊണ്ട് ഉണ്ടാക്കിയതാടാ, എന്നിട്ട് നീ എന്താണ് എന്നെ ചതിച്ചെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ തലങ്കം വിലകം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം കൂടി കേട്ട് കഴിഞ്ഞപ്പോ കൂടിയിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. അവരുടെ ബോസിനും ഈ ഒരു ബോയ് ഫ്രണ്ടിന്റെ ഇടയിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അവസാനമായിട്ട് ടി അവന്റെ സുക്ക് മടിക്കുന്ന ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചവിട്ടി തന്നെ ബോയ് ഫ്രണ്ട് ഇപ്പൊ നോക്കൌട്ട് ആയിട്ട് വീഴാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും പോലീസുകാർ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഗ്യാങ് മെമ്പേഴ്സിൽ ഒരുത്തൻ ടിന്റെ കയ്യിലേക്ക് എണ്ണ കൊടുത്തിട്ട് അവരെ വെടിവെക്കാൻ പറയാണ്.
ടിറ്റിക്കാണെങ്കിൽ ഈ ഒരു ഗണ്ണ് കണ്ടപ്പോൾ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഈ ഗ്യാങ് മെമ്പേഴ്സ് വിചാരിച്ചത് ബിഗ് ജോ പോലീസുകാരെല്ലാം ഷൂട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗണ്ണൊന്നും ഉപയോഗിക്കാൻ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചൂണ്ടിയിട്ട് ഈ ഒരു ഗ്യാങ് മെമ്പേഴ്സിനെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അവസാനം പേടിച്ച് വരച്ചിട്ട് അവൻ ആ ഒരു ഗണ്ണ് താഴെ ഇടുന്നുണ്ട്. ബിഗ് ജോ ഇപ്പൊ കോൺഷ്യസ് ആയതും ആ ഒരു ഗണ്ണെടുത്തിട്ട് പോലീസുകാർക്ക് നേരെ നീട്ടുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ ചാന്റെ നല്ല രീതിയിൽ പേടിയാവാണ്. എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഗണ്ണ് താഴേക്കിട്ടാണ്. ഇവൻ ഗണ്ണ് താഴേക്കിട്ട സമയത്ത് അത് മിസ് ഫയർ ആയിട്ട് ബിഗ് ജോയുടെ മേത്തേക്ക് ആ ഒരു ബുള്ളറ്റ് കയറാണ്. ബിഗ് ജോ വെടികൊണ്ട ഭാഗം പൊത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്തേക്കും ബാക്കിയുള്ള പോലീസുകാരും കൂടി ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോലീസുകാരുടെ ടീമും ഗ്യാങ്സ്റ്റേഴ്സിന്റെ ടീമും തമ്മിൽ നല്ല രീതിയിൽ ഒരു ഗൺ ഫൈറ്റ് പോവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അവർ വെടിവെച്ച് കൂട്ടുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഹീറോയിനെ പൊക്കിയെടുത്തിട്ട് നൈസായിട്ട് അവിടെ എസ്കേപ്പ് ആവുകയാണ്. ഇവരിപ്പോ പോയിട്ട് ആ ഒരു ബോക്സിംഗ് റിംഗിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവളവിടെ വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും ബിഗ് ജോന്റെ ചില ആളുകൾ മേലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവരെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവൻ അവിടുന്ന് ഓടുകയാണ്. ഇവനെ വിടാതെ അവന്റെ പുറകെ തന്നെ ഓടി വരുന്നുണ്ട്. ടി ആണെന്നുണ്ടെങ്കിൽ അവന് കിട്ടിയിട്ടുള്ള ആ ഒരു ശക്തി ഉപയോഗിച്ചിട്ട് ഓടി വരുന്ന ഇവർക്ക് നേരെ അവിടെ ഉണ്ടായിരുന്ന ലോക്കറിന്റെ ഓരോ ഡോറുകൾ ശക്തമായിട്ട് തുറക്കുന്നുണ്ട്. അതിപ്പോ എല്ലാത്തിന്റെ മൂക്കിൽ തന്നെ പോയി അടിച്ചിട്ട് എല്ലാവരും നിലത്തേക്ക് വീഴാണ്. അടുത്തതായിട്ട് ടി നേരെ കയറിയത് നമ്മുടെ ജാക്കിന്റെ ശരീരത്തിലേക്കായിരുന്നു. ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാരെയും പോയിട്ട് ഇവൻ കിസ് അടിക്കാൻ തുടങ്ങുകയാണ്. അതിനുശേഷം ചറപറാന്ന് എല്ലാത്തിനെയും തല്ലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെയാണല്ലോ ഞാൻ അവളെ ഇരുത്തിയിട്ട് പോയത്, അവൾ എങ്ങോട്ടേക്കാ പോയെന്ന് ആലോചിച്ചിട്ട് അവൻ അങ്ങനെ നടക്കുകയാണ്. ടി അപ്പത്തേക്കും അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും തല്ലി കൂട്ടിയിട്ട് ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് രണ്ട് ആളുകളുടെ മേത്തേക്ക് കയറിയതുകൊണ്ട് തന്നെ അവനിപ്പോ നല്ല രീതിയിൽ എനർജി ലൂസ് ചെയ്തിട്ടുണ്ട്. ഇതേ സമയത്ത് ബിഗ് ജോ മെല്ലെ മുകളിലേക്ക് കയറി വരികയാണ്. ബിഗ് ജോ ഇങ്ങനെ കയറി വരുന്നത് നമ്മുടെ ടി കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിലുള്ള ആ ഒരു എനർജി മുഴുവൻ പോയതുകൊണ്ട് തന്നെ ടിക്ക് ഇപ്പോൾ ഹീറോയിനോട് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. ബാക്കിൽ ബിഗ് ജോ ഉണ്ട്, തിരിഞ്ഞു നോക്കുന്നൊക്കെ ടി ഇപ്പൊ വിളിച്ചു പറയാണ്. എന്നാൽ ഇവൻ പറയുന്നതൊന്നും ഹീറോയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്താണ് പറയുന്നത്, ഉറക്കെ പറയണമെന്നൊക്കെ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്ന ബിഗ് ജോ നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ. ബിഗ് ജോ ഇപ്പൊ നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്ത് നിലത്തിട്ട് അതേ സമയത്ത് തന്നെ ഹീറോയിൻ മറ്റൊരു സ്ഥലത്ത് നിന്നിട്ട് ബിഗ് ജോനെ ഷൂട്ട് ചെയ്യാണ്. ഹീറോയിൻ ഒരു ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചുകൊണ്ട് തന്നെ അവൾക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിൻ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ജോനെ കൊന്നതിന് ശേഷം ഇവിടെ എവിടെയാണ് പൈസ എല്ലാം എടുത്ത് വെച്ചെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. അവൾ അവിടെ പോയിട്ട് പൈസ മുഴുവൻ കളക്ട് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഈ ഒരു സമയത്തേക്കും ആംബുലൻസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചാനിപ്പോ നമ്മുടെ ഹീറോയിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പറക്കുകയാണ്. എന്നാൽ ഇവർ പോകുന്ന വഴിക്ക് വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. രണ്ടു ഭാഗത്തും ഒരുപാട് വണ്ടികൾ അങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ടായിരുന്നു. ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ലെങ്കിൽ മരിച്ചോ എന്നുള്ളത് ഉറപ്പാണ്. ടി ആണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ ആലോചിച്ചിട്ട് നല്ല രീതിയിൽ വിഷമിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇപ്പൊ ടി കരയുന്ന കണ്ടിട്ട് അവനോട് പറയാണ്, നീ കരയല്ലേ, കരയുന്ന സമയത്ത് നിന്നെ കാണാനായിട്ട് ഒരു ഭംഗിയില്ല, നീ ചിരികിടാന്നൊക്കെ എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയുന്നുണ്ട്. ഹീറോയിന്റെ പൾസ് റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ചാനൊക്കെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ടി ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് പുറത്തു വരാണ്. മുന്നിൽ ബ്ലോക്കായി നിൽക്കുന്നുണ്ടായിരുന്ന ഓരോരോ കാറിലും അവൻ ചെന്ന് കയറുന്നുണ്ട്. ഡ്രൈവേഴ്സിന്റെ ശരീരത്തിലേക്ക് കയറിയിട്ട് ലൈനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാ കാറുകളും അവനിപ്പോ സൈഡിലേക്ക് ഒതുക്കുകയാണ്. അങ്ങനെ ആംബുലൻസിന് മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള വഴി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ബോധം തെളിയാണ്. നോക്കുമ്പോൾ ചാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്ന ടിവിയിൽ ഇന്നലെ ഇതുമാതിരി ട്രാഫിക് ബ്ലോക്കിൽ ഉണ്ടായിരുന്ന കാറുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ വണ്ടികളിലും ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു മിനിറ്റത്തേക്ക് അവരുടെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്താണ് വണ്ടികളെല്ലാം സൈഡിലേക്ക് മാറിയത്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ലെന്ന് ഒരു ന്യൂസ് ഇപ്പോൾ ആ ഒരു ടിവിയിൽ ഓടുകയാണ്. ഇതെല്ലാം ചെയ്തത് ടി ആണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും പേരുടെ ശരീരത്തിലേക്ക് അവൻ കയറിയതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ വീക്ക് ആയിട്ടുണ്ടാവും. ഈ ഒരു കാര്യം കൊണ്ട് ടി ഇല്ലാതെ ആവാൻ വരെ സാധ്യതയുണ്ട്. ഇത് അവന്റെ മനസ്സിലേക്ക് വന്ന സമയത്ത് തന്നെ ഹീറോ ഇപ്പോ ടി എന്ന് ഉറക്കെ വിളിച്ച് നോക്കുകയാണ്. ടി ഇപ്പോ അവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അവന്റെ എനർജി മുഴുവൻ ഡ്രെയിൻ ആയതുകൊണ്ട് ടി നല്ല ടയർഡായിരുന്നു. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവനെ കണ്ട സമയത്ത് കുറച്ച് ആശ്വാസമാണ്. കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് തന്നെ ടിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരാണ്. മോനെ, നിനക്ക് എന്താ അപകടം പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിന്നൊന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്ന് പറയാണ്. ഇപ്പൊ ഹീറോ പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ മകൻ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അവനിപ്പോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ അടുത്ത് നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുക, അവന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ഹീറോ ചോദിക്കുകയാണ്. ഇത് കേട്ടിപ്പോ ടിയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. എന്റെ മകനെ ഞാൻ ഒരിക്കലും ചീത്ത പറയാനായിട്ട് പാടില്ലായിരുന്നു. ഞാൻ പറയാൻ വന്ന കാര്യം സമാധാനത്തോടെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടിയുടെ അച്ഛൻ ഇപ്പൊ കരയാൻ തുടങ്ങുകയാണ്. ആക്ച്വലി ടി ഇതുപോലൊരു പയ്യനെ ലവ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതും അവന്റെ അച്ഛൻ ആ ഒരു പയ്യനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. എന്നാൽ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അവൻ വേറൊരു പെണ്ണിന്റെ കൂടി ഇരിക്കുന്നതാണ് ടിയുടെ അച്ഛൻ കാണുന്നത്. ഈ ഒരു കാര്യമെല്ലാം കണ്ടിട്ട് ടിയുടെ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് ടി അവിടേക്ക് വന്നിട്ട് ഞാനൊരു പയ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവൻ എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞത്. ആ ഒരു ദേഷ്യത്തിലാണ് അവനെ പോലുള്ള ആളുകളൊന്നും നമ്മുടെ കുടുംബത്തിൽ ചേരില്ല, ഈ ഒരു മാരേജ് ഒരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ അയാൾ പറഞ്ഞത്. എന്നാൽ ടി ഈ ഒരു കാര്യം എടുത്തത് വേറെ രീതിയിലായിരുന്നു. അവനെ പോലുള്ള ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയുന്നത്, ഞാനും അതുപോലെ തന്നെയല്ലേ, ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ടി ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് ഇറങ്ങി പോവാണ്. ആ ഒരു ദിവസമാണ് ഇവൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോയിട്ടുള്ളത്. ഞാൻ പറയാൻ വന്ന കാര്യം കുറച്ച് സമാധാനത്തോടെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെന്ന് പറഞ്ഞിട്ട് ടിയുടെ അച്ഛൻ കരയാണ്.
പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ടി ടിയും വളരെ ഇമോഷണൽ ആവുകയാണ്. എന്റെ അച്ഛൻ ഞാൻ ഗേ ആയതുകൊണ്ട് എന്നെ വെറുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ടി ടി ഇപ്പൊ മനസ്സിലാക്കുകയാണ്. ഞാനാണ് അച്ഛനെ ശരിക്കും മനസ്സിലാക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ടി ടി ഇപ്പൊ കരയാൻ തുടങ്ങുന്നുണ്ട്. അച്ഛൻ എന്നെ മനസ്സിലാക്കണം എന്നായിരുന്നു അവന്റെ ഉള്ളിലുണ്ടായിരുന്ന സാധിക്കാതെ പോയിട്ടുള്ള ആ ഒരു ആഗ്രഹം. അത് നിറവേറിയതും അവൻ മെല്ലെ മെല്ലെ അവിടുന്ന് അപ്രത്യക്ഷമാവാൻ തുടങ്ങുകയാണ്. അവന്റെ ആത്മാവിന് ഇപ്പോൾ ശാന്തി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഹീറോയും ടി ടിനെ നോക്കി നിൽക്കുന്നുണ്ട്. ടി ടി ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ടാറ്റ കൊടുത്തിട്ട് അവിടുന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. ഹീറോ അവിടുന്ന് ഡിസ്ചാർജ് ആയ സമയത്ത് തന്നെ അവന് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരനായിട്ട് അഭിനയിക്കൂ എന്ന് പറഞ്ഞിട്ട് അവനൊരു ക്യാരക്ടർ ചോദിച്ചു വാങ്ങിയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്നായിട്ട് തന്നെ ആ ഒരു റോൾ അവൻ ചെയ്യുന്നുണ്ട്. ടി ടിയുടെ അച്ഛനും മുത്തശ്ശിയും അതുപോലെ തന്നെ മുത്തശ്ശിയുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഹീറോയ്ക്ക് ഇപ്പോഴും കോൺടാക്ട് ഉണ്ടായിരുന്നു. അവന്റെ സ്വന്തം ഫാമിലി ആയിട്ടാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.